ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലേ. ഈ സങ്കടങ്ങളെ ഇപ്പൊ കടന്നു പോകുന്ന ഈ വിഷയത്തിനെ എനർജിയാക്കി മാറ്റട്ടെ നിങ്ങൾ. ഞാൻ 5 പോയിന്റ് പറയാം. ഈ 5 പോയിന്റിൽ ഒരു 3 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണെന്ന് സ്വയം മനസ്സിലാക്കിയാൽ മതി. അത് എപ്പോഴാണ് നമുക്കൊരു സ്ട്രഗിൾ വരിക? അത് നമ്മുടെ ലൈഫ് നമ്മളെ പരീക്ഷിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ദൈവം തന്ന വിധിയോ അതൊന്നുമല്ല. ഏറ്റവും മികച്ച അടിത്തറയാണ് എല്ലായ്പ്പോഴും വലിയ കെട്ടിടങ്ങളെ ഉയർത്തുന്നത്, അല്ലേ? നിങ്ങളുടെ അടിത്തറയാണ് ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്ന സങ്കടം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഇപ്പൊ ഉണ്ടായ സങ്കടം പിന്നീട് ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് കാര്യമായിട്ട് നിങ്ങളെ ഒന്ന് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് പുതിയൊരാളായിട്ട് മാറണം. അതിനുള്ള എനർജി ആയിട്ട് എടുക്കണം. രണ്ടാമത്തത്, ഈ ഓടി നിറഞ്ഞ് ക്ഷമിക്കരുത്. എനിക്കുൾപ്പെടെ ഒരു കാലഘട്ടത്തിൽ പറ്റിയിരുന്നൊരു പ്രശ്നമാണ്. എല്ലാവർക്കും ക്ഷമിച്ചു കൊടുക്കും. അങ്ങനെ ഓടി നിറഞ്ഞ് ക്ഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ആരോട് ക്ഷമിക്കണം? ക്ഷമിക്കേണ്ടത് നിങ്ങളോട് ബഹുമാനമുള്ളവരോട് മാത്രമാണ്. കാര്യം എന്താ അറിയോ? നിങ്ങളോട് ബഹുമാനമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾ പിന്നെയും പണിയും. എഴുതി വെച്ചോ അയാൾ പിന്നെയും പണിയും. നിങ്ങളോട് റെസ്പെക്ട് ഉള്ള ഒരാൾ മാത്രമായിരിക്കും ഒരു അബദ്ധം പറ്റിപ്പോയതുപോലെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ക്ഷമിച്ചാൽ അയാൾക്ക് അബദ്ധം